ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ഫ്രീഡത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ഓപ്പണിങ്ങിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 1/2 ലിറ്റർ പാലാണ് ആവശ്യമായിട്ടുള്ളത്. ആ പാല് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിലോട്ട്. പിന്നെ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ചേർത്താൽ നമുക്ക് തന്നെയാണ് പണി. അത്രയും വെള്ളവും കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 ലിറ്റർ പാലും നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മിൽക്ക് മെയ്ഡ് നിങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ടൈം അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് വേണം നിങ്ങളിത് തയ്യാറാക്കാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇളക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇത് ഇട്ടുകൊണ്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പാല് അടി പിടിച്ചിട്ട് അതിൻ്റെ ഒരു പാകവും പിന്നെ എൻ്റെ ടേസ്റ്റൊക്കെ മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോസ് നമ്മളിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാലിപ്പോൾ തിളച്ച് വരാൻ പോവുകയാണ്. പാലിലുള്ള ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ. 9 ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പാല്. 9 വൈറ്റമിനും പ്രോട്ടീൻസും പാലിലടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, വൈറ്റമിൻ ഡി, പിന്നെ പൊട്ടാസ്യം, അങ്ങനെ കുറേ വൈറ്റമിൻസ് ഇതിലടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ് പാല് എല്ലാ ദിവസവും കുടിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ പാലൂടെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരളവ് ഗ്ലാസ് കാണിച്ചു തരാം. ഈ ഗ്ലാസ് എനിക്ക് വെച്ചിട്ട് 2 ഗ്ലാസ് പാലാണ് നേരത്തെ ഞാൻ എടുത്ത 1/2 ലിറ്റർ പാല്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ തന്നെ 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവ് കൃത്യമായിട്ട് മനസ്സിലായല്ലോ അല്ലേ. നമ്മളൊരു 2 ഗ്ലാസ്, ഏത് പാത്രത്തിലായാലും കുഴപ്പമില്ല, 2 ഗ്ലാസ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ നേരെ പകുതി അളവ് പഞ്ചസാര എടുത്താൽ മതിയാകും. അപ്പോൾ ഇത്ര ലിറ്റർ എന്നൊന്നും നിങ്ങൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, പാത്രത്തിൻ്റെ അളവ് എടുത്താലും മതി. എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഷുഗറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒട്ടും കൈമാറ്റാൻ പാടില്ല പാത്രത്തിൽ നിന്നും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുത്താൽ മതിയാകും. നമുക്ക് ചുരുങ്ങിയ ചിലവ്, ഒരു 35 രൂപയൊക്കെ ഇതിന് ചിലവായിട്ട് വരുന്നുള്ളൂ. നമുക്കൊരു പാല് വാങ്ങാനായിട്ടും പിന്നെ ഒരു 1/4 കിലോയ്ക്ക് അനുസരിച്ചുള്ള പഞ്ചസാരയും ഇതിലോട്ട് ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല രീതിക്കൊന്ന് കുറുകി വരുന്നവരെ നമ്മളത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ഇതിന് ടൈം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ പൊങ്ങി വരും പാല്, കുറുകി വരും തോറും നല്ല രീതിക്ക് പൊങ്ങി വരും പാല്. അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുത്ത് ചൂട് കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെയൊക്കെ നമുക്ക് നല്ല രീതിക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പാകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല രീതിക്ക് പൊങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ച് നല്ല കട്ടിയായിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പാകമായി കഴിയുമ്പോഴത്തേക്കും ഈ പതയൊക്കെ ഒന്ന് താഴ്ന്നു വരും. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോരി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് പാകം മനസ്സിലാകത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടില്ല. അപ്പം ഈ ഒരു പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കും നമുക്ക് മിൽക്ക് മെയ്ഡ് കിട്ടുക. കുറച്ചുകൂടെ ഒന്ന് കുറുകാനുണ്ട്. ഇപ്പോൾ പതയൊക്കെ ഒന്ന് താഴ്ന്നു വരുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇളക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അടുത്ത് നിന്ന് തന്നെ ഇത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇട്ടുകൊണ്ടൊന്നും എവിടെയും പോരുത്, എല്ലാം കൂടെ കരിഞ്ഞു പോകും. നമുക്ക് ഉപയോഗമില്ലാത്ത രീതിയിലായിപ്പോവും. അടുത്ത് നിന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി.
ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മുടേത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ ഓഫ് ചെയ്തിട്ട് ഇളക്കാനായിട്ട് കുറച്ച് വൈകിയതും ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, കൈ ഇളക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്ന്. അപ്പോൾ കണ്ടോ, ഇതുപോലത്തെ ഒരു പാകത്തിലായിരിക്കും നമുക്ക് അവസാനം എടുക്കേണ്ടത്. ചെറിയൊരു കുഴമ്പ് പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാകത്തിന് കണ്ടോ, ഇതുപോലൊരു പാകത്തിനായിരിക്കണം നിർത്തേണ്ടത് കേട്ടോ. അപ്പോൾ തണുക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഇപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് 400 ml മിൽക്ക് മെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പുറത്തുനിന്നൊക്കെ വാങ്ങുന്നത് വലിയ വിലയാണ്. ഈ ഒരു അളവിൽ തന്നെ നമുക്ക് കിട്ടും, പക്ഷേ ഒരുപാട് വില കൂടുതലാണ്. നമുക്ക് നിസ്സാരമായിട്ടുള്ള ചെറിയ ചിലവിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ അത് കോരി കാണിച്ചു തരാം എന്തോരം നല്ലൊരു തിക്കായിട്ടാണ് ഇതിരിക്കുന്നതെന്ന്. ഇതിപ്പോൾ ഇങ്ങനെ തരി തരിയായിട്ടാണ് ഇരിക്കുന്നത്, എന്നാലും നമുക്ക് കറക്റ്റ് മിൽക്ക് മെയ്ഡിൻ്റെ അതേ ഒരു ടേസ്റ്റും അതേ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ വേണ്ട, കുറച്ചുകൂടെ നല്ല ക്രീമി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സി ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് ഇത് കുറച്ച് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിൻ്റെ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട്, വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ മതിയാവും. ഉണ്ടോ, നല്ല തിക്കായിട്ട് കറക്റ്റ് പാകത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു ലൈക്കും കൂടെ തരണേ വീഡിയോയ്ക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് കാണാം. യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ബൈ.